ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്, ഫാൽക്കൺ 9 റോക്കറ്റ്, US സീക്രട്ട് സർവീസ്, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, CBI. അപ്പോൾ അതിലാദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനെ കുറിച്ചാണ്. അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഇന്ത്യയിലെ മുസ്ലിം പേഴ്സണൽ ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ CRPCയുടെ സെക്ഷൻ 125 അനുസരിച്ച് ജീവനാംശം കിട്ടാനുള്ള അവകാശം മുസ്ലിം സ്ത്രീകൾക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡിക്റ്റ് റീസെൻ്റ്ലി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വിധിയെ എതിർത്തുകൊണ്ട് ചില കാര്യങ്ങൾ ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 8 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എസ്പെഷ്യലി മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ മുസ്ലിം പേഴ്സണൽ ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഏകദേശം എല്ലാ കേസുകളിലും കക്ഷി ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ ഇങ്ങനെയുള്ള കേസുകളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ബോഡിയാണ് ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറയുന്നത്. ഇത് 1973 ആരംഭിച്ചിട്ടുള്ള ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഒരു NGO ആണെന്ന് മനസ്സിലാക്കുക. ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ ഒരു ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവായിട്ട് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമം, അതിനെയാണ് നമ്മൾ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഈ മുസ്ലിം വ്യക്തി നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ മുസ്ലിം പേഴ്സണൽ ലോനെ അല്ലെങ്കിൽ മുസ്ലിം വ്യക്തി നിയമങ്ങളെ സംരക്ഷിക്കുക, അതിൻ്റെ ആപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് മനസ്സിലാക്കുക. ബേസിക്കലി മുസ്ലിം പേഴ്സണൽ ലോസ് എന്ന് പറയുന്നത് എല്ലാ പേഴ്സണൽ ലോസും പോലെ തന്നെ ആളുകളുടെ മാരേജ്, ഡിവോഴ്സ്, ഇൻഹെറിറ്റൻസ്, അതുപോലെ തന്നെ മറ്റുള്ള ഈ നിയമത്തിൻ്റെ കീഴിൽ വരുന്ന പേഴ്സണൽ മാറ്റേഴ്സ്, ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ മുസ്ലിം പേഴ്സണൽ ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളുടെ കീഴിൽ പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ മുസ്ലിം പേഴ്സണൽ ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കേസുകളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചർച്ചകളിലെല്ലാം തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഈ ഒരു സംഘടനയുടെ ഇടപെടലുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് 1980 വന്നിട്ടുണ്ടായിരുന്ന മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട്, ആ നിയമം രാജീവ് ഗാന്ധി ഗവൺമെൻറ് പാസ്സാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട്, ഒരു പൊളിറ്റിക്കൽ റീസണായിട്ട് പറയാതെ തന്നെ ഈ ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഷാബാനു കേസിനകത്ത് സുപ്രീം കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നിട്ടുള്ള ഒപ്പോസിഷൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിയമം, അതുപോലെ തന്നെ ഷാബാനു കേസ്, അതുപോലെ തന്നെ ഇപ്പോൾ 2016 ശേഷം വന്നിട്ടുണ്ടായിരുന്ന ഈ ട്രിപ്പിൾ തലാഖ് ഇഷ്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ ഇടപെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പല കേസുകളിലും ഒരു കക്ഷിയായിട്ടും ഈ ഒരു സംഘടന ഇടപെട്ടിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെ വളരെ കൃത്യമായിട്ട് എതിർക്കുന്ന ഒരു സംഘടന കൂടിയാണ് ഈ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഫാൽക്കൺ 9 റോക്കറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഫാൽക്കൺ 9 റോക്കറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ ലോകത്തിൽ നിലവിൽ ഓപ്പറേഷണലായിട്ടുള്ള റോക്കറ്റുകളിൽ ഏറ്റവും അധികം സക്സസ്ഫുൾ ആയിട്ടുള്ള റോക്കറ്റുകളിൽ ഒന്നാണ് ഈ ഫാൽക്കൺ 9 എന്ന് പറയുന്നത്. അതായത് അപൂർവമായിട്ട് മാത്രമേ ഈ ഫാൽക്കൺ 9 റോക്കറ്റിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഇതിൻ്റെ ലോഞ്ച് ഫെയിലിയർ ആവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഏകദേശം കഴിഞ്ഞൊരു 9 വർഷത്തിനകത്ത് 300-ൽ കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ലോഞ്ചസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളൊരു സ്പേസ് ലോഞ്ച് വെഹിക്കിളാണ് ഈ ഫാൽക്കൺ 9 എന്ന് പറയുന്നത്. ഈ ഫാൽക്കൺ 9ൻ്റെ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഈ ഏറ്റവും അവസാനത്തെ ഇവരുടെ റോക്കറ്റ് ലോഞ്ച് ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം തടസ്സപ്പെട്ടതായിട്ടുള്ളൊരു വാർത്ത, അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഇവർ ഇൻറ്റൻറ്റ് ചെയ്തിട്ടുള്ള ഭ്രമണപഥത്തിൽ സാറ്റലൈറ്റുകൾ എത്തിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ എക്സ്പ്ലെയിനർ ആർട്ടിക്കിളായിട്ട് ഒരു വാട്ട് കോസ് ദ റെയർ ഫെയിലിയർ ഓഫ് സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പ്ലെയിനർ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഫാൽക്കൺ 9 എന്ന് പറയുന്നത് ഇതൊരു പാർഷ്യലി റീയൂസബിൾ ആയിട്ടുള്ള 2 സ്റ്റേജ് മീഡിയം ലിഫ്റ്റ് റോക്കറ്റ് ആണെന്ന് മനസ്സിലാക്കുക. പാർഷ്യലി റീയൂസബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ യൂസ് ചെയ്യുന്ന ബൂസ്റ്റർ എൻജിൻസ് ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രാപ്പ് ഓൺ ബൂസ്റ്റേഴ്സ് ഉണ്ട്. ആ ബൂസ്റ്റേഴ്സ് 20-ൽ കൂടുതൽ പ്രാവശ്യമൊക്കെ റീയൂസ് ചെയ്ത ചരിത്രമുണ്ട്. ഒരു 2015 തൊട്ട് ഈ ബൂസ്റ്റേഴ്സ് അവർ വേർട്ടിക്കലായിട്ട് ലാൻഡ് ചെയ്യിച്ചിട്ട്, സാധാരണഗതിയിൽ ഈ ബൂസ്റ്റേഴ്സൊക്കെ അപ്പർ അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട് ഇജക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ബേൺ ഔട്ട് ആവുക ചെയ്യുക. പക്ഷേ അതിന് പകരം ഇത് ഭൂമിയിലേക്ക് തിരിച്ച് ലാൻഡ് ചെയ്യിച്ചിട്ട് അത് റീയൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ലോഞ്ച് വെഹിക്കിൾസിൻ്റെ ഒക്കെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ലോഞ്ചസിൻ്റെ ചിലവ് വലിയ രീതിയിൽ കുറക്കാൻ സഹായിക്കും. അപ്പോൾ അത്തരത്തിൽ പാർഷ്യലി റീയൂസബിൾ ആയിട്ടുള്ള ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലുള്ള ബൂസ്റ്റേഴ്സ് മാത്രമേ റീയൂസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇതിന് പാർഷ്യലി റീയൂസബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് 2 സ്റ്റേജസ് ആണുള്ളത്. അതുപോലെ ഇതൊരു മീഡിയം ലിഫ്റ്റ് റോക്കറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് എലോൺ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയാണ്
ഈ ഫാൽക്കൺ 9 റോക്കറ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അവരാണ് ഇതിൻ്റെ ഉപയോഗിക്കുന്ന കമ്പനി എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഫാൽക്കൺ 9 റോക്കറ്റ് ഇപ്പോൾ നോർമലി നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ ലോ എർത്ത് ഓർബിറ്റിലേക്കൊക്കെ സാധനങ്ങൾ ഈ സാറ്റലൈറ്റുകൾ എത്തിക്കാനും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കൊക്കെ ആളുകളെയും അതുപോലെ തന്നെ സാധന സാമഗ്രികൾ എത്തിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നതെങ്കിലും ഇതിന് പൊട്ടൻഷ്യലി ഒരു എക്സ്പെൻഡബിൾ ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിളായിട്ട് യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരു വലിയ ഹെവി ആയിട്ടുള്ള പേലോഡ്സ് വളരെ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾസിനെയാണ് ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾസ് എന്ന് പറയും. ഇപ്പം നിലവിൽ ഈ ചൈനയുടെ ലോങ് മാർച്ച് 5B അതുപോലെ തന്നെ സ്പേസ് എക്സിൻ്റെ തന്നെ ഫാൽക്കൺ ഹെവി എന്നൊക്കെ പറയുന്ന ഒരു 4-5 റോക്കറ്റുകൾ മാത്രമാണ് ഈ ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾസ് ആയിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ ഈ എക്സ്പെൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ, അതായത് റീയൂസബിൾ ആയിട്ടല്ല, സാധാരണ റോക്കറ്റുകൾ യൂസ് ചെയ്യുന്നത് പോലെ അത് ഒറ്റ പ്രാവശ്യം മാത്രം ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾ ആക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിളായിട്ട് ഫാൽക്കൺ 9 ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ഒരു പൊട്ടൻഷ്യലി അങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2020 ലോകത്തിലെ ആദ്യമായിട്ട് മനുഷ്യനെ സ്പേസിലേക്ക് അല്ലെങ്കിൽ ഓർബിറ്റിലേക്ക് എത്തിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ റോക്കറ്റായിട്ട് ഈ ഫാൽക്കൺ 9 മാറിയിട്ടുണ്ട്. ലോകത്തിലെ ആദ്യമായിട്ട് ഇത്തരത്തിൽ മനുഷ്യനെ ശൂന്യാകാശത്ത് എത്തിയിട്ടുള്ള കൊമേഴ്ഷ്യൽ റോക്കറ്റ് എന്ന് പറയുന്നത്, ഒരു പ്രൈവറ്റ് കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള റോക്കറ്റ് എന്ന് പറയുന്നത് ഫാൽക്കൺ 9 ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2021 ഇവർക്ക് മറ്റൊരു റെക്കോർഡും കൂടി നേടാൻ പറ്റിയിട്ടുണ്ട്. 2021 ലോകത്തിൽ ഒരു സിംഗിൾ ലോഞ്ചിൽ ഏറ്റവും അധികം സാറ്റലൈറ്റുകളെ അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചതിനുള്ള ലോക റെക്കോർഡും ഫാൽക്കൺ 9 സ്വന്തമാക്കിയിട്ടുണ്ട്. 2021 നടത്തിയിട്ടുള്ള ലോഞ്ചിനകത്ത് 143 സാറ്റലൈറ്റുകളെ അവർ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് വരെ ആക്ച്വലി ഇന്ത്യയുടെ ISROക്കാണ് ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത്. ISRO 2017 നടത്തിയിട്ടുള്ള ഒരു ലോഞ്ചിൽ ISROയുടെ PSLV C-37 ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ലോഞ്ചിനകത്ത് നമ്മൾ 104 സാറ്റലൈറ്റുകൾ ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ റെക്കോർഡാണ് ഈ 2021 ഫാൽക്കൺ 9 ബ്രേക്ക് ചെയ്തെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സീക്രട്ട് സർവീസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇന്നലെ എല്ലാവരും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അമേരിക്കയിലെ മുൻ പ്രസിഡന്റും ഇപ്പോൾ ഈ വർഷം നവംബറിൽ നടക്കാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ട്രംപ് പോലുള്ള മുൻ പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്സിനെയൊക്കെ അവരുടെയൊക്കെ സുരക്ഷ നോക്കുന്ന US-ലുള്ള ഒരു ഫെഡറൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണ് ഈ US സീക്രട്ട് സർവീസ് എന്ന് പറയുന്നത്. ഈ US സീക്രട്ട് സർവീസിൻ്റെ ഒക്കെ ഒരു ബേസിസിലാണ് നമ്മുടെ ഇന്ത്യയിൽ 1985 ഇന്ദിരാഗാന്ധി അസാസിനേഷനൊക്കെ ശേഷം ഇന്ത്യയിൽ SPG എന്ന് പറയുന്ന ഒരു സുരക്ഷാ സേനയെ പ്രധാനമന്ത്രിക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ US സീക്രട്ട് സർവീസ് ആണ് ട്രംപിൻ്റെ ഒക്കെ സെക്യൂരിറ്റി നോക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 14 ഈ US സീക്രട്ട് സർവീസിനെ കുറിച്ച് ഒരു എക്സ്പ്ലെയിനർ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രിലിംസിൻ്റെ ഒക്കെ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് മനസ്സിലാക്കി, ഇതൊന്നും മെയിൻസിന് വരാൻ ചാൻസ് ഇല്ല. ഒരു പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഈ US സീക്രട്ട് സർവീസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ US സീക്രട്ട് സർവീസ് എന്ന് പറയുന്നത് 1865 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള അമേരിക്കയിലെ ഒരു ഫെഡറൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണെന്ന് മനസ്സിലാക്കുക. ഇതൊരു പ്രൊട്ടക്ഷൻ ഫോഴ്സ് മാത്രമല്ല, അപ്പോൾ നമ്മുടെ SPG പോലൊരു പ്രൊട്ടക്ഷൻ ഫോഴ്സ് മാത്രമല്ല, ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫെഡറൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസിൽ ഒന്നായിട്ടാണ് ഈ സീക്രട്ട് സർവീസിനെ US സീക്രട്ട് സർവീസിനെ കണക്കാക്കുന്നത്. ഓക്കെ, കാരണം ഇപ്പോൾ അമേരിക്കയിലുള്ള FBI-യെക്കാട്ടിലൊക്കെ ഒരുപാട് പഴക്കമുള്ളൊരു ഓർഗനൈസേഷനാണ് ഈ US സീക്രട്ട് സർവീസ് എന്ന് പറയുന്നത്. ഇത് അമേരിക്കയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കീഴിലാണ് US സീക്രട്ട് സർവീസ് വർക്ക് ചെയ്യുന്നത്. 1865 ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന സമയത്ത് ഇവരുടെ ജോലി എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കലായിരുന്നില്ല, പകരം അമേരിക്കയിലെ കറൻസിയുടെ കൗണ്ടർ ഫീറ്റിംഗ് തടയുകയായിരുന്നു. ഓക്കെ, അതായത് കള്ളനോട്ടടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ആയിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ആയിരുന്നു 1865 ഈ US സീക്രട്ട് സർവീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അവരുടെ മാൻഡേറ്റ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ നിലവിലെ അവസ്ഥയിൽ ഇപ്പോൾ 2024 നമ്മൾ നോക്കുന്ന സമയത്ത് നിലവിൽ ഈ US സീക്രട്ട് സർവീസിന് 2 ജോലികളാണുള്ളത്. ഒന്ന് പ്രൊട്ടക്ഷൻ സർവീസസ് ആണ്, അതായത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കൾക്കുള്ള സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഈ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ചില ഫിനാൻഷ്യൽ ആൻഡ് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറുകളുണ്ട്, അതിനെ സംരക്ഷിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് വലിയ രീതിയിലുള്ള അധികാരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. വാറണ്ടൊന്നും ഇല്ലാതെ സെർച്ച് ചെയ്യാനും ആളുകളെ അറസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള അധികാരങ്ങൾ ഉൾപ്പെടെ വളരെ വൈഡ് സ്പ്രെഡ് ഇൻവെസ്റ്റിഗേറ്റീവ് പവേഴ്സ് ഉള്ള ഏജൻസിയാണ് ഈ US സീക്രട്ട് സർവീസ് എന്ന് പറയുന്നത്.
ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1865 ഈ കൗണ്ടർ ഫീറ്റ് കറൻസീസിനെ കോമ്പാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഈ ഓർഗനൈസേഷൻ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നത് 1901 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വില്യം മെക്കൻലി എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് അസാസിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് 1860കളിൽ എബ്രഹാം ലിങ്കൺ അസാസിനേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള ഒരു 40 വർഷത്തിനകത്ത് അസാസിനേറ്റ് ചെയ്യപ്പെടുന്ന മൂന്നാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് വില്യം മെക്കൻലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വില്യം മെക്കൻലി അസാസിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ ജനറേഷനകത്ത് ഒരു 30-40 വർഷത്തിനകത്ത് 3 അമേരിക്കൻ പ്രസിഡന്റുമാർ അസാസിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ഭീകര അവസ്ഥ അമേരിക്കയിൽ ഉണ്ടായ സമയത്താണ് 1902 ഈ മെക്കൻലി കൊല്ലപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത വർഷം ഈ സീക്രട്ട് സർവീസ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രൊട്ടക്ഷൻ ചുമതല ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ സീക്രട്ട് സർവീസിന് അത് കാരണം തന്നെ നല്ലൊരു ട്രാക്ക് റെക്കോർഡുള്ളൊരു സംഘടനയാണ്. കാരണം 1902 ഇവർ ഈ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇവർ പ്രൊട്ടക്ട് ചെയ്തിരുന്ന അമേരിക്കൻ പ്രസിഡന്റുമാരായിട്ടിരുന്നിട്ടുള്ള ആളുകളിൽ ജോൺ എഫ് കെന്നഡി മാത്രമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു നല്ല ട്രാക്ക് റെക്കോർഡും കൂടി ഉണ്ട് ഇവർക്ക് അറിഞ്ഞിരിക്കുക. ഇനി ഇത് കൂടാതെ അമേരിക്കൻ പ്രസിഡന്റിനെ കൂടാതെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ്, അതായത് അവരുടെ സ്പൗസുമാർ, മക്കള്, ഇങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ തന്നെ അമേരിക്കയിലെ വൈസ് പ്രസിഡന്റിന്റെ ഫാമിലി, അതുപോലെ ഇപ്പോൾ അമേരിക്കയിൽ നവംബർ മാസത്തിലാണ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുക, ജനുവരിയിലാണ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ നവംബർ തൊട്ട് ജനുവരി വരെയുള്ള ടൈമിൽ പ്രസിഡന്റ് ഇലക്ട് ആയിട്ടുള്ള ആളുണ്ടാവും, അതായത് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അത് നിലവിലുള്ള പ്രസിഡന്റ് തന്നെയായിരിക്കും, അതല്ലെങ്കിൽ പുതിയ ഒരാളായിരിക്കും. അപ്പോൾ ഈ പ്രസിഡന്റ് ഇലക്ട് ആയിട്ടുള്ള ആളുടെ സംരക്ഷണം, അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലി, ഓക്കെ, അതുപോലെ തന്നെ മുൻ പ്രസിഡന്റുമാർ, അവരുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ അവരുടെ സ്പൗസസ്, ഇനി അത് കൂടാതെ അവരുടെ മക്കൾ, മുൻ പ്രസിഡന്റുമാരുടെ മക്കൾ, ഈ മുൻ പ്രസിഡന്റുമാരുടെ മക്കളുടെ കേസിൽ അവർക്ക് 16 വയസ്സാകുന്നത് വരെ അവർക്ക് US സീക്രട്ട് സർവീസിന്റെ സംരക്ഷണം ഉണ്ടാവും. സോ അപ്പോൾ ഇത്രയും ആളുകൾക്ക് സംരക്ഷണം കൊടുക്കലാണ് US സീക്രട്ട് സർവീസ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ ഇടക്കാലത്ത് വെച്ച് 1968 തൊട്ട് ഈ US സീക്രട്ട് സർവീസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത്, പ്രസിഡൻഷ്യൽ ഇലക്ഷന്റെ തൊട്ടു മുമ്പത്തെ 120 ദിവസം മുതൽ ഈ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. ഓക്കെ, ആ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കും അവരുടെ സ്പൗസുമാർക്കും അവരുടെ പങ്കാളികൾക്കും ഇവർ സംരക്ഷണ ചുമതല, ഇവരുടെ പ്രൊട്ടക്ഷൻ കൊടുക്കാറുണ്ട്. അതിനുള്ള കാരണം 1968 അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നതിന്റെ കുറച്ച് മുമ്പ്, അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ ഈ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന റോബർട്ട് കെന്നഡി എന്ന് പറയുന്ന ഒരാളുണ്ട്. ജോൺ എഫ് കെന്നഡിയുടെ ബ്രദർ ആയിരുന്നു റോബർട്ട് കെന്നഡി. അപ്പോൾ ഈ റോബർട്ട് കെന്നഡി അസാസിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം 1968 തൊട്ട് ഈ അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനകത്ത് മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കും ആ സ്ഥാനാർത്ഥിയുടെ പങ്കാളിക്കും സംരക്ഷണം കൊടുക്കാറുണ്ടെന്ന് അറിഞ്ഞിരിക്കും. ഇപ്പോൾ ട്രംപിന്റെ ഒക്കെ കേസിൽ ട്രംപിന് ഈ കാരണം കൊണ്ടല്ല സീക്രട്ട് സർവീസിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത്, അദ്ദേഹം മുൻ പ്രസിഡന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ കുറിച്ചാണ്. സോ ഈ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ 2008 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഓക്കെ, ഇത് അന്നത്തെ 1956 ഉണ്ടായിരുന്ന, അന്ന് നിലവിലുണ്ടായിരുന്ന കമ്പനീസ് ആക്ട് അതായിരുന്നു. ആ കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 25 അനുസരിച്ചാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇപ്പം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ളത് കമ്പനീസ് ആക്ട് 2013 ആണ്. അപ്പോൾ അതിന്റെ സെക്ഷൻ 8 ഇത്തരത്തിലുള്ള നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനികളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ഇതിനെ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ ഈ കമ്പനിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡൽ അനുസരിച്ച് ഈ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഏകദേശം 49% ഷെയർസും ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിലാണ് ഉള്ളത്. അതായത് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പിനാണ് ഈ 49% ഷെയറുകളുടെ ഓണർഷിപ്പ് ഉള്ളത്. ഓക്കെ, ബാക്കിയുള്ള 51% ഷെയർ എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടർ കമ്പനികളുടെ കയ്യിലാണ്. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ NSDCയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ സ്കിൽ ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുക, വൊക്കേഷണൽ ട്രെയിനിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഗവൺമെന്റ് ലെഡ് ആയിട്ടുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസംസ് ഉണ്ട്. അത് കൂടാതെ ഇന്ത്യയിലെ യുവാക്കളുടെ ജോലി സാധ്യതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സ്കിൽ ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കില്ല് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുക. അതിന് വേണ്ടിയിട്ട് ഈ നോട്ട് ഫോർ പ്രോഫിറ്റ്
ഫോർ പ്രോഫിറ്റ് വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. ഈ ഫീസൊക്കെ വാങ്ങിച്ച് പഠിപ്പിക്കുന്ന വൊക്കേഷണൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അങ്ങനെയുള്ളവരെ അതിൻ്റെ ക്രിയേഷൻ, അതിൻ്റെ ക്വാളിറ്റി, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള സ്കീംസ് ക്രിയേറ്റ് ചെയ്യുക, ഇവർക്ക് ഈ പറയുന്ന സബ്സിഡീസ് പോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ CBI കുറിച്ചാണ്. സോ CBI കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ റീസെന്റ് സുപ്രീം കോടതി വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റും CBIയും തമ്മിലുള്ള ഒരു കേസിനകത്ത് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിന് അനുകൂലമായിട്ടൊരു വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ CBIയുടെ ജൂറിസ്ഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം ഈ CBIക്കുള്ള ജനറൽ കൺസെന്റ് വിഡ്രോ ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ കേസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 8 അവരൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഇതിനെക്കുറിച്ച് CBIയുടെ ജൂറിസ്ഡിക്ഷനെ കുറിച്ച് ഇന്നത്തെ പത്രത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ CBI എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഒരു നാഷണൽ ലെവലിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രീമിയർ ഇൻവെസ്റ്റിഗേറ്റീവ് പോലീസ് ഏജൻസിയാണ് CBI എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഈ സെൻട്രൽ വിജിലൻസ് കമ്മീഷനും ലോക്പാലിനും ഒക്കെ ഈ ആൻറ്റി കറപ്ഷൻ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേറ്റീവ് ആമായിട്ട് വർക്ക് ചെയ്യുന്നത് CBI ആണെന്ന് മനസ്സിലാക്കുക. സോ അതുകൂടാതെ ഈ ഇന്ത്യയിൽ ഇന്ത്യ ഇന്റർപോളിന്റെ ഭാഗമാണ്. അപ്പോൾ ഇന്റർപോളിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുന്നത് CBI ആണെന്ന് അറിഞ്ഞിരിക്കുക. CBIയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1941 ഈ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈ ബ്രിട്ടൻ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റുകളും അതുപോലെ തന്നെ മെറ്റീരിയൽസും ഒക്കെ പ്രൊക്യൂർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഴിമതികൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് CBIയുടെ അന്നത്തെ ഫോം ആയിട്ടുള്ള സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ SPE എന്നുള്ള പേരിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിനെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1946 ഈ ഒരു സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ മാൻഡേറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു നിയമം ബ്രിട്ടീഷുകാർ പാസ്സാക്കുന്നുണ്ട്. അതാണ് DSPE ആക്ട് അല്ലെങ്കിൽ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. സോ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ SPE അല്ലെങ്കിൽ സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഈ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 1960 62 തൊട്ട് 64 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സന്താനം കമ്മിറ്റിനെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് സന്താനം കമ്മിറ്റി ഓൺ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ സന്താനം കമ്മിറ്റി റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് 1963 ഈ CBI എന്ന് പറയുന്ന ഏജൻസിനെ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ CBI എന്ന് പറയുന്ന ഏജൻസിക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി മാൻഡേറ്റ് ഇല്ല. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ അല്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു റെസൊല്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതേ സന്താനം കമ്മിറ്റി റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ CBC അല്ലെങ്കിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷനും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ ഈ CBIയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡിഫൻസ്, അതുപോലെ തന്നെ ഉന്നത മേഖലകളിലുള്ള കറപ്ഷന്, സീരിയസ് ഫ്രോഡ്, ചീറ്റിങ്, എംബാസൽമെന്റ്, സോഷ്യൽ ക്രൈം, അതുപോലെ തന്നെ ബ്ലാക്ക് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഈ എസെൻഷ്യൽ കമ്മോഡിറ്റീസിൻ്റെ ഒക്കെ ബ്ലാക്ക് മാർക്കറ്റിങ്ങും അതിൽ നിന്നുള്ള പ്രോഫിറ്റിയറിങ്ങും, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടത്തലായിരുന്നു CBIയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതൊരു ആന്റി കറപ്ഷൻ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ആയിട്ടാണ് CBI ആദ്യ കാലഘട്ടത്തിൽ 60 പ്രവർത്തിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഓവർ ദി പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴേക്കും പ്രധാനപ്പെട്ട മറ്റുള്ള ക്രൈംസും ഈ പറയുന്ന അസാസിനേഷൻസ്, എസ്പെഷ്യലി പൊളിറ്റിക്കൽ അസാസിനേഷൻസ്, കിഡ്നാപ്പിംഗ്, ഹൈജാക്കിങ്, എക്സ്ട്രീമിസ്റ്റുകൾ കമ്മിറ്റ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി CBI അന്വേഷിക്കാൻ തുടങ്ങുന്നുണ്ട്. സോ അതോട് കൂടിയിട്ടാണ് CBIയുടെ ജൂറിസ്ഡിക്ഷൻ വലിയ രീതിയിൽ വർദ്ധിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഈ പോലീസ്, ലോ ആൻഡ് ഓർഡർ പോലുള്ള കാര്യങ്ങൾ ബേസിക്കലി സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന സബ്ജക്റ്റുകളാണ്. അതായത് സംസ്ഥാനത്തിന്റെ അധികാരപരിധിയിൽ പെടുന്ന സബ്ജക്റ്റുകളാണ്. അപ്പോൾ അതിനകത്ത് ഒരു സെൻട്രൽ ഏജൻസി ആയിട്ടുള്ള CBIക്ക് അന്വേഷണം നടത്തുന്നതിനുള്ള അധികാരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ സെക്ഷൻ 6 അനുസരിച്ച് ഈ ഒരു സംസ്ഥാനത്തിനകത്ത് CBIക്ക് ആ സംസ്ഥാനത്തിന്റെ ജൂറിസ്ഡിക്ഷന്റെ പരിധിയിൽപ്പെടുന്ന കേസുകളാണെങ്കിൽ, ഒരു സംസ്ഥാനത്തിനകത്തുള്ള സെൻട്രൽ ഗവൺമെന്റൽ മിനിസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സുമായിട്ട് ബന്ധപ്പെട്ട്, റെയിൽവേ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണെങ്കിൽ CBIക്ക് അത് അന്വേഷിക്കാം. സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതിയുടെ ആവശ്യമില്ല. പക്ഷെ അതല്ലാതെ സംസ്ഥാന പോലീസിന്റെ ജൂറിസ്ഡിക്ഷനിൽ പെടുന്ന കേസുകൾ CBIക്ക് അന്വേഷിക്കണമെങ്കിൽ ഈ സെക്ഷൻ 6 അനുസരിച്ച് CBIക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ കൺസെന്റ് ആവശ്യമാണ്, അനുമതി ആവശ്യമാണ്. അപ്പോൾ അതിനകത്ത് 2 തരത്തിലുള്ള അനുമതിയെക്കുറിച്ചാണ് ഈ നിയമത്തിൽ പറയുന്നത്. ഒന്ന് ജനറൽ കൺസെന്റ് ആണ്. ജനറൽ കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്ലാങ്ക് ചെക്ക് പോലെയാണ്, ഒരു 6 മാസത്തേക്ക് കൊടുക്കുന്നതാണ്. ഈ ജനറൽ കൺസെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ജനറൽ കൺസെന്റ് നിലവിലുള്ള 6 മാസം CBIക്ക് ആ സംസ്ഥാനത്തിനകത്തുള്ള ഏത് കേസുകളിലും അവർക്ക് ഇടപെടാൻ പറ്റും. ഓക്കെ, അതിനവർ സ്പെസിഫിക് ആയിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന്
അനുമതി വാങ്ങിക്കേണ്ട കാര്യമല്ല. പക്ഷേ ഈ CBI എന്ന് പറയുന്ന ഏജൻസി നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റുള്ള പ്രധാനപ്പെട്ട സെൻട്രൽ ഏജൻസീസ് എല്ലാം പോലെ തന്നെ വലിയ രീതിയിൽ പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ ഇടക്കാലത്ത് സുപ്രീം കോടതി പോലും CBIനെ കൂട്ടിലിട്ട തത്താന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈലി പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഏജൻസി ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന CBI എന്ന് പറയുന്ന ഏജൻസിനെയും സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ്, അവരുടെ ഒപ്പോസിഷൻ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരായിട്ട് അല്ലെങ്കിൽ ആ ഗവൺമെന്റിലുള്ള മിനിസ്റ്റേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടോ പൊളിറ്റീഷ്യൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടോ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ എസ്പെഷ്യലി 2014 ശേഷം ഇന്ത്യയിലുള്ള പല സംസ്ഥാന ഗവൺമെന്റുകളും, അതായത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന പല സംസ്ഥാന ഗവൺമെന്റുകളും ഈ ജനറൽ കൺസെന്റ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജനറൽ കൺസെന്റ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ CBIക്ക് ഈ പറഞ്ഞതുപോലെ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ ഈ ഒരു 6 മാസ കാലഘട്ടത്തിലൊന്നും അവിടെ കേസ് അന്വേഷിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അന്വേഷിക്കണമെങ്കിൽ പിന്നെ വേണ്ടത് സ്പെസിഫിക് കണ്ടന്റ് ആണ്. സ്പെസിഫിക് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ CBIക്ക് ഒരു സംസ്ഥാനത്തിന്റെ ജൂറിസ്ഡിക്ഷനിൽ പെടുന്ന ഒരു കേസ് അന്വേഷിക്കണമെങ്കിൽ CBI ആ സംസ്ഥാനത്തിനോട് റിക്വസ്റ്റ് ചെയ്യണം. അതായത് കേസ് ബൈ കേസ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്ത് ആ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് അനുമതി വാങ്ങിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് അന്വേഷിക്കാൻ പറ്റൂ. അതാണ് സ്പെസിഫിക് കൺസെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഈ CBIക്കുള്ള ജനറൽ കൺസെന്റ് വിഡ്രോ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതാണ് ഈ CBIയുടെ കൺസെന്റിന്റെ കാര്യം എന്ന് അറിഞ്ഞിരിക്കുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.